ആഘോഷങ്ങൾ എന്നും കളറാക്കുക എന്നുള്ളത് തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയാണ്. തൃശ്ശൂർ പൂരം മാത്രമല്ല, ഒരുപാട് പൂയങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളും ഒക്കെ അങ്ങ് തിമിർക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഇവിടുത്തുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കുറുക്കഞ്ചേരി പൂയമാണ് അടുത്ത ദിവസം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് വടൂക്കര പടിഞ്ഞാട്ടുമുറി സെറ്റിൻ്റെ കൂടെയാണ് കാണാൻ സാധിക്കും. ഈ കാവടികൾ ഇത്തരത്തിൽ നൂറുകണക്കിന് പൂക്കാവടികളാണ് ഓരോ സെറ്റിൽ നിന്നും കുറുക്കഞ്ചേരി ക്ഷേത്രത്തിലേക്ക് എത്തുക. ഇവിടുത്തെ കാവടികളൊക്കെ ഇവിടത്തുകാർ തന്നെ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് പുറകിൽ കാണുന്ന ഈ കാവടി ഇവിടുത്തെ സെറ്റിൻ്റെ ഒരു പ്രത്യേക ഐറ്റം അല്ലെങ്കിൽ ഒരു കളർഫുൾ ഐറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ട്. ഈ കാവടി മാത്രം 17 അടിയോളം വരും. ഇതിൻ്റെ കുറിച്ച് വിവരിക്കാൻ സംഘാടകരുണ്ട്. ചേട്ടാ, എന്താണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്? ഇതിൻ്റെ എന്താണെന്ന് വെച്ചെങ്കിലേ ചാമുണ്ടി കാവടിയാണത്. അപ്പോൾ ഈ കാവടിയുടെ ഹൈറ്റ് ഇതിൽ 5 അടി ഹൈറ്റ് മേലിന്ന് വരും. ഏത് ഡോമിൻ്റെ മേലിന്ന്. അപ്പോൾ മൊത്തം ഒരു 18 അടി ഉണ്ടാവും. അപ്പോൾ അതിമനോഹരമായ കാവടിയാണ് ഈ പ്രാവശ്യത്തെ കാവടികൾ. വടൂക്കര ശ്രീനാരായണ സമാജത്തിൻ്റെ 25 കാവടികൾ ഇവിടെ തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കാവടികളാണ്. അതും നമ്മുടെ പ്രവർത്തകർ എല്ലാവർക്കും ജോലിയുള്ളവരാണ്. അവർ രാത്രി പണി കഴിഞ്ഞിട്ട് 2 മണി വരെ 1 മണി വരെ അതുമാതിരി 12 മണി വരെ. അപ്പോൾ ഒരു 2 മാസത്തോളമായിട്ട് ഈ കൊന്നപ്പണി, ഈ കാവടിയുടെ പണി, പെയിൻറ്റിങ്, അതുമാതിരി ഓരോ പണികളും അത്രയും നമ്മൾ പൈസയുടെ മൂല്യം നോക്കിയിട്ടല്ല, അത്രയും അവരൊരു നമ്മുടെ സമാജത്തിൻ്റെ പേരിൽ കാവടിയുടെ ഐതിഹ്യം നോക്കിയിട്ട് ഇപ്പോഴും ആ ചെറുപ്പക്കാർ ഇതിന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല കാവടിക്ക് 1 മേലെ 1 ലക്ഷത്തിന് മേലെ വരും ഈ കാവടികളൊക്കെ ഇറങ്ങണമെങ്കിൽ. നമ്മളിപ്പോൾ സ്കച്ച് വരച്ച് വെക്കണ മാതിരിയാണ്. ഇത് ഓരോ പൂവ് ഒട്ടിക്കായാലും ഇതിൻ്റെ ലൈനായാലും ഒരേമാതിരി കൊമ്മിയായാലും അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളെന്ന് പറയാം, ചെറിയ കുട്ടികൾ തന്നെയാണ്. അവരൊക്കെ ഉറക്കൊളിച്ചിട്ട് അതിമനോഹരമായിട്ട് കാവടി നല്ല രീതിയിലൊക്കെ പണിതുണ്ട്. പ്രായമായവരൊന്നും കുട്ടികളെന്നൊന്നുമില്ല, എല്ലാവരും ഈ ഒരു ഇതിൻ്റെ എല്ലാം കാവടി നിർമ്മാണത്തിൻ്റെ ഒക്കെ ഭാഗമാകാറുണ്ട്. ഇത് മറ്റൊരു വലിയൊരു കാവടിയാണ്, നല്ല ഉയരമുള്ളൊരു കാവടിയാണ്. 18 അടിയോളം ഹൈറ്റ് ഇതിനും വരും. ഇത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പാൽക്കാവടി എന്നാണ് ഇവർ പറയുന്നത്. അതായത് പഴയ കാലത്തൊക്കെ ചൈനീസ് പേപ്പർ കൊണ്ട് ഒട്ടിച്ച് ഉണ്ടാക്കിയിരുന്ന ആ ഡിസൈനുകൾ അതുപോലെ തന്നെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങളായി, ഏകദേശം 100 കൊല്ലമൊക്കെ മുൻപ് അങ്ങനെയാണ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കാവടികളൊക്കെ ഉണ്ട്. അങ്ങനെ പുതുമയും പഴമയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള കാഴ്ചയുടെ ഭംഗി എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമോ അതൊക്കെ തന്നെ എത്തിക്കാനായുള്ള ഒരുക്കത്തിലാണ് കുറുക്കഞ്ചേരിക്കാർ. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ഈ ഒരു ഉത്സവ സീസൺ ആയാൽ നമ്മുടെ ഏറ്റവും തിരക്കുള്ള റിപ്പോർട്ടർ ലിഷോയാണ് കേട്ടോ. ഈ തൃശ്ശൂർ പൂരം ഒക്കെ ആകുമ്പോൾ അതിന്റെ കാഴ്ചകളും അതിന്റെ മനോഹാരിതയും ഒക്കെ വളരെ നേരത്തെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ലിഷോയ് തയ്യാറാവാറുണ്ട്. ഇപ്പം എന്തായാലും എത്തിക്കുന്നത് തൈപ്പൂയ കാവടിയുടെ മനോഹരമായ കാഴ്ചകളുമായിട്ടാണ്. ഒക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്, മനോഹരമായ തീമുകളാണ്. ഇപ്പം എന്തായി, എല്ലാ കാവടികളും ഒരുങ്ങിയോ? തീർച്ചയായും നമ്മൾ ആ വിഷ്വലിൽ കണ്ടത് വളരെ കുറച്ച് കാവടികൾ മാത്രമാണ്. അങ്ങനെ 100 കണക്കിന് കാവടികളാണ്. നാളെ തൈപ്പൂയമാണ്, അപ്പോൾ അതിനുവേണ്ടി എത്തുന്നത്. അത് തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലും ഈ സമാനമായ രീതിയിൽ ഇത്തരം ആഘോഷങ്ങൾ നടക്കാറുണ്ട്. പൂക്കാവടിയാണ് ഏറ്റവും വർണ്ണാഭം എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കുറുക്കഞ്ചേരിയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പല ഇടങ്ങളിലും ഈ തൈപ്പൂയ ആഘോഷമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ഇടങ്ങളിലും ഈ പൂക്കാവടികൾ വാടകയ്ക്ക് കൊണ്ടുവന്ന് അവിടെ ആടുകയാണ് പതിവ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ തന്നെ ഈ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ യാതൊരു വിധത്തിലുള്ള വേർതിരിവൊന്നുമില്ല. അവർ തന്നെ കയ്യിൽ നിന്ന് പണം മുടക്കി, അതുപോലെ തന്നെ അവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമായി, അവിടുത്തെ കലാകാരന്മാരുടെ ഒക്കെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇത്തരത്തിലുള്ള കലാസൃഷ്ടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള കാവടികളൊക്കെ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ 18 അടിയും 17 അടിയും ഒക്കെ ഉയരമുള്ളതും അതുപോലെ തന്നെ അതിനേക്കാൾ ഉയരമുള്ള സസ്പെൻസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിന് സസ്പെൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് മത്സരമാണ്, പല സെറ്റുകളും തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും സസ്പെൻസ് ഒക്കെ ഒരുപാട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ ആ അമ്പലപ്പറമ്പിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും ആ സസ്പെൻസ് പൊളിയുക എന്ന് പറയുന്നത്. അതായത് ആളുകളെ എപ്പോഴും ത്രസിപ്പിക്കുക, ആ ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക്, ആ ഒരു ആഘോഷത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആശയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഒക്കെ നടപ്പാക്കുന്നത്. എന്തായാലും എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി നാളെയാണ് കാവടിയാട്ടം.